അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 കുറച്ച് പ്രോബ്ലംസ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ഏതാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ലെഡ് ഇലക്ട്രോഡ് ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സൊല്യൂഷൻ ഓഫ് 0.015 മോളാർ PB2+ എന്ന് പറയുന്നത് ലെഡാണ്. PB2+ അയോൺസ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് E0. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 ഫോർ PB ഗീവ്സ് PB2+ 2 ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എത്രയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? 1.13 വോൾട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നേൺസ്റ്റ് ഇക്വേഷൻ്റെ അണ്ടറിലാണ് പോകുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറയാം. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടുണ്ട് അല്ലേ. അപ്പം ഓക്സിഡേഷനാണ് എങ്കിൽ ഓക്സിഡേഷനാണ് വരുന്നതെങ്കിൽ E സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/n ലോഗ് mn പ്ലസ്. ഓക്കെ, ലോഗ് mn പ്ലസ്. അതേസമയം റിഡക്ഷൻ ആണെങ്കിൽ E സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് റിഡക്ഷൻ ആണെങ്കിൽ ഈ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും. ആ ഒരു വ്യത്യാസമുള്ളൂ. 0.0591/n ലോഗ് mn പ്ലസ്. നമുക്ക് എക്സാമിന് ഇതൊക്കെ ഡെറിവേഷനൊക്കെ ചോദിക്കുന്നതാണ്. ഡെറിവേഷൻ ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ നമുക്ക് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അത് പഠിച്ചോണം. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് വേണ്ടത് ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ ഫൈനൽ ഇക്വേഷനാണ്. ഓക്സിഡേഷൻ ആണെങ്കിൽ ഈ സെല്ല് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, E0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ലോഗ് mn പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിൽ തരുന്നത് എപ്പോഴും കോൺസെൻട്രേഷൻ ആയിരിക്കും. കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കുന്നത് മോളാർ M, അതായത് നമുക്ക് ഏതിലാണോ തന്നിരിക്കുന്നത്, ഏതാണ് M എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇത് ഓക്സിഡേഷനാണോ റിഡക്ഷനാണോ എന്നറിയാനായിട്ട് നമുക്ക് ഒന്നുകിൽ ആ ഇക്വേഷൻ തന്നിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട് PB ഗീവ്സ് PB2+ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. PB ഗീവ്സ് PB2+ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നടക്കുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അതായത് PB എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് PB2+ ആയിട്ട് മാറി അല്ലേ. അതേസമയം ഇൻ കേസ് ഓഫ് റിഡക്ഷൻ്റെ കേസിലാണ് എങ്കിൽ ലെഡ്, അതായത് ഏതാണോ അതിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുവാണ് എങ്കിൽ അതെന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് എങ്കിൽ അതെന്തായിരിക്കും? ഓക്സിഡേഷനും. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് റിഡക്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും 2 ഇക്വേഷനുണ്ട്. E0 സെൽ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അത് നോക്കിയ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്ന് പറയുന്നത് നമുക്ക് എത്ര നിൽക്കുന്നത്? 0.13. അതുപോലെ തന്നെ N എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, അതായത് ഇനി ഇത്രയും കിട്ടി. അതായത് ഈ ഓക്സിഡേഷന് റിഡക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്സിഡേഷൻ ആണെങ്കിൽ മൈനസും റിഡക്ഷൻ ആണെങ്കിൽ പ്ലസും എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് PB ഗീവ്സ് PB2+ 2 ഇലക്ട്രോണാണ്. ഇപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഓക്സിഡേഷനാണ് എങ്കിൽ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? E സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/n ലോഗ് mn പ്ലസ്. ഇത് കാണാതെ പഠിക്കണേ. ഇനി E സെൽ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുക. E0 ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് E സെൽ എന്ന് പറയുന്നത് കേട്ടോ. E0 സെല്ല് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്നിരിക്കുന്നത്? 0.13 മൈനസ് 0.0591/n നമ്പർ ഓഫ് ഇലക്ട്രോൺ വിച്ച് ഈസ് 2 അല്ലേ. പിന്നെ ലോഗ് mn എന്ന് പറയുന്നത് എത്രയാ? PB2+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ 0.015 അല്ലേ.
ആ എമ്മിൽ തന്നിരിക്കുന്ന എന്താണോ അതങ്ങോട്ട് എഴുതുക കേട്ടോ. കോൺസെൻട്രേഷൻ എത്ര വരും? 0.015. ഓക്കെ, ഇനി വരുന്നത്, ഇനി അടുത്ത ഇതിൻ്റെ ലോഗ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോഗ് 0.015 അത് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.13 മൈനസ് 0.019 എൻ എന്ന് പറയുന്നത് 2 ആണല്ലോ അല്ലേ. ലോഗ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് -1 സയൻറ്റിഫിക് കാൽക്കുലേറ്ററെ ചെയ്ത് നോക്കിയാൽ മതി, -1.824. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതും കൂടെ ഇൻറ്റു ചെയ്താൽ ഈ മൈനസും കൂടെ ഇൻറ്റു ചെയ്താൽ പ്ലസ് ആണെന്നറിയാം. പിന്നെ 1.824നെ 0.059 വെച്ച് ഇൻറ്റു ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിൽ നിന്ന് അപ്പോൾ കിട്ടുന്ന ആൻസറും ഇവിടെ പ്ലസ് അല്ലേ ഇനി വരുന്നത്, അപ്പോൾ കിട്ടുന്ന ആൻസർ നമ്മുടെ 0.13 എന്ന് പറയുന്നതും കൂടെ കൂട്ടുക. അതായത് 0.13യെ ഇത്രയും വെച്ച് നമ്മൾ കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്നത് 0.0539 കിട്ടുന്നത്. എന്ന് പറയുന്നത് 0.184 വോൾട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ നേൺസ്റ്റ് ഇക്വേഷൻ ഏതൊക്കെയാണെന്നുള്ള പഠിക്കുക. ഓക്സിഡേഷൻ ആണെങ്കിൽ ഏതാ വരുന്നത്? ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/n log mn പ്ലസ്. അതേസമയം റിഡക്ഷൻ ആണെങ്കിൽ ആ മൈനസിൻ്റെ സ്ഥാനത്ത് എന്തേ വരുള്ളൂ? പ്ലസ്സേ വരുള്ളൂ. അപ്പോൾ ഈ കണക്ക് ഇനി അടുത്ത കണക്കിലോട്ട് പോകാം. അടുത്ത് കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ് ഇൻ 0.05 മോളാർ ZnSO4 സൊല്യൂഷൻ അറ്റ് 25 degrees Celsius. E0 Zn bar Zn2 plus gives 0.763 വോൾട്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ റിഡക്ഷൻ നമുക്ക് 2 ഇക്വേഷനുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതിട്ട് പ്രയോഗിക്കുമെന്നല്ല നോക്കണ്ട. അതിന് വേണ്ടി നമുക്ക് E0 Zn എന്ന് പറയുന്നത് ഇതങ്ങോട്ട് എടുക്കുക. E0 Zn ബാർ Zn2 പ്ലസ് എന്നങ്ങ് എടുക്കുക. ഓക്കെ, അതെന്ന് പറയുന്നത് എത്രയാണ്? 0.763. ഇനി ചെയ്യേണ്ടത് ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നോക്കുന്നത്, ഇതിൽ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, ആ Zn2 പ്ലസിനെ അങ്ങോട്ട് എഴുതുക. ഈ ബാർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ആരോ മാർക്കായിട്ട് അങ്ങ് എടുക്കുക. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ആ Zn2 പ്ലസും എഴുതുക. അപ്പം ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ Zn ഗീവ്സ് Zn2 പ്ലസ് 2 ഇലക്ട്രോൺ അല്ലേ വരാനുള്ളൂ അല്ലേ? അല്ലാതെ Zn2 പ്ലസ് 2 ഇലക്ട്രോൺ അങ്ങനെ വരത്തില്ലല്ലോ. അതായത് 2 ഇലക്ട്രോണിനെ ഇവിടെ എന്ത് ചെയ്യുവാണ്? Zn വിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താ? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ ആണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? E0 അല്ല, ഈ സെല്ല് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് അല്ലല്ലോ. ഈ സെല്ല് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/n log mn പ്ലസ് അല്ലേ? ഇനി E0 സെല്ല് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? E0 മുകളിൽ വരുന്നതാണ്. E0 എത്ര വരുന്ന? 0.763 അല്ലേ? മൈനസ് 0.0591/n എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഇക്വേഷനകത്ത് n എത്രയാണ് കിടക്കുന്നത്? 2 ഇലക്ട്രോണാണ്. ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n, 2 ഇലക്ട്രോൺ. അപ്പം 2 ഇൻറ്റു ലോഗ് mn എന്ന് പറയുന്നതിനകത്ത് കോൺസെൻട്രേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? mn 0.05 അല്ലേ? ഈ 25 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, അത് ആവശ്യമില്ലാത്തതാണ് ഈ ഇക്വേഷനകത്ത്. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണ്? 0.763 കൺഫ്യൂഷൻ ആകരുത്. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോഴേ മൈനസ് ലോഗ് എത്രയാണ്? ലോഗ് 0.05 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -1.301. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അതായത് ഈ 0.0591/2നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.02955 ഇൻറ്റു ലോഗ് 0.05 എന്ന് പറയുമ്പോൾ -1.301. ഓക്കെ, ഇനി ഈ മൈനസും എന്താകും? പ്ലസ് ആകും അല്ലേ? 0.763 പ്ലസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0384. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 0.80
14 വോൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ആദ്യമേ നമുക്ക് ഇക്വേഷൻ ഇത് നോക്കുക. E0 അവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട്, ഇക്വേഷൻ അല്ല, ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ E0 Zn ബാർ Zn2 പ്ലസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ വാല്യൂസും കൊടുക്കുന്നു. എളുപ്പമല്ലേ? ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ്. Find the single electrode potential for a copper metal in contact with 0.1 molar Cu2 plus solution at 298 Kelvin. E0 Cu2 plus bar Cu gives 0.34 volt. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം എടുത്ത് എഴുതണം? ഇതിനെ ആദ്യം എടുത്ത് എഴുതുക. E0 Cu2 പ്ലസ് ബാർ Cu gives 0.34 വോൾട്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് Cu2 പ്ലസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം സമത്തിന് ഗീവ്സ് അല്ലേ, Cu2 പ്ലസ് 2 ഇലക്ട്രോണല്ലേ വരുള്ളൂ, ഗീവ്സ് Cu2 പ്ലസ് 2 ഇലക്ട്രോണുകൾ അക്സെപ്റ്റ് ചെയ്യുക ഇവിടെ ചെയ്യുന്ന. അങ്ങനെ ചെയ്യുന്ന എന്താ? റിഡക്ഷൻ. അപ്പോൾ ഇതേതാണ് റിഡക്ഷൻ. അപ്പോൾ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? റിഡക്ഷൻ ആണ് എങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഈ സെല്ല് ഗീവ്സ് E0 സെല്ല് പ്ലസ് 0.0591/n ലോഗ് mn പ്ലസ്, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി E0 സെല്ല് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 0.34 പ്ലസ് 0.0591/n 0.0591/n എന്ന് പറയുന്ന എത്ര ഇലക്ട്രോൺ ഇവിടെയും വരുന്നത്? 2 ഇലക്ട്രോൺ അല്ലേ? 2 ലോഗ് mn എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എത്രയാ? 0.1. ഇതിൻ്റെ അകത്ത് നമുക്ക് വെറുതെ ആരെ തന്നിട്ടുണ്ട്? 298. ഇവിടെ ആവശ്യമില്ല അല്ലേ? നോക്കിയേ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോഗ് 0.1 എന്ന് പറയുന്നത്, അതായത് ലോഗ് 0.1ഉം ഇതെല്ലാം കൂടെ 0.05 സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം ഈ 0.34 കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 0.1 എന്ന് പറയുന്ന മൈനസ് സൈൻ ഉള്ളതായിരിക്കും. ആ മൈനസ് സൈന് ഇത് വരുമ്പോഴത്തേന് ഇത് കുറയ്ക്കാനാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 304 വരുന്നത്. നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയും നേരം തന്നത് എങ്ങനെയായിരുന്നു? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിരുന്നു നമുക്ക് ഇത്രയും നേരം തന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ EMF of a Daniell cell when the concentration of Zn2 plus 0.01 molar and concentration of Cu2 plus 0.1 molar given that E0 Zn2 plus bar Zn is equal to minus 0.76 and E0 is Cu2 plus bar Cu is equal to 0.34. ഇങ്ങനെ രണ്ട്, അതായത് ഇസഡനിൻ്റെ ഡാനിയൽ സെല്ലിൻ്റെ കേസാകുമ്പോൾ ഇസഡനും കോപ്പറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസഡൻ്റെയും കോപ്പറിൻ്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ +2 ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ള ഈ സെല്ല് ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാഥോഡ് മൈനസ് E0 സെല്ല് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, അപ്പോൾ ഈ കാഥോഡ്, അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ വലിയ വാല്യൂ ഏതാണോ അതാണ് റിഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസ് നോക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നോക്കുമ്പോൾ വലിയ വാല്യൂ ആരാണോ അതാണ് റിഡക്ഷൻ. ഇതിൻ്റെ അകത്ത് -0.76 ആണോ 0.34 ആണോ വലുത് എന്ന് നോക്കുക. 0.34 അല്ലേ വലുത്, അപ്പം അതാണ് വലിയ വാല്യൂ എന്ന് പറയുന്ന റിഡക്ഷൻ എപ്പോഴും നടക്കുന്നത് കാഥോഡിലായിരിക്കും. അപ്പോൾ കാഥോഡിലായിരിക്കുമ്പോഴത്തേനും എങ്ങനെയാണ് വരുന്നത്? 0.34 ആണ് അവിടെ വരുന്നത്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പം മൈനസ്, ഇവിടെ ഓൾറെഡി നമുക്ക് മൈനസ് ഉണ്ട്, അതിൻ്റെ കൂടെ മൈനസ് ഏതാണ് വരുന്നത്? -0.76 വരുമ്പോൾ അതെന്താകും? പ്ലസ് ആകും അല്ലേ? 0.34 പ്ലസ്, അതായത് ഈ മൈനസും ഇവിടെ ഒരു -0.76 അല്ലേ, രണ്ടും കൂടെ കൂടുമ്പോൾ പ്ലസ് ആകും 0.76. ആൻസർ എന്ന് പറയുന്നത്
1.1 വരുന്നത്. 1.1 വോൾട്ട്. ഇത് തന്നെയായിട്ട് നമുക്ക് എക്സാമിന് ചിലപ്പം ചോദിക്കാവുന്നതാണ്. ഇത് ഇത്രയും കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത നമുക്ക് EMF കാണാനാണ്. അതായത് ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് EMF കാണണം. EMF കാണുകയെന്ന് വെച്ചാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുകയെന്ന്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്? E0 അല്ല, ഈ സെല്ല് ഈസ് ഈക്വൽ ടു സൈനൊക്കെ ഇടുന്ന പറയാവേ. E0 സെല്ല് പ്ലസോ മൈനസോ അവിടെ കടന്നോട്ടെ. 0.0591/n ലോഗ്. അതായത് നമുക്ക് ഏതൊക്കെ ഉണ്ട്? ഇസഡനും ഉണ്ട്, CU ഉണ്ട് അല്ലേ. വലിയ വാല്യൂ, അതായത് വലിയ വാല്യൂ ഏതാണോ അവിടെ എന്താണ് നടക്കുന്നത്? റിഡക്ഷനാണ് നടക്കുന്നത്. അതായത് കാഥോഡിൽ റിഡക്ഷനാണ്. മുമ്പേ ഞാൻ പറഞ്ഞ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? റിഡക്ഷൻ്റെ കേസിൽ നമുക്ക് ഇനാൻസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന പ്ലസ് ചിഹ്നം വിട്ടാൽ വരുന്നത് അല്ലേ. E0 സെല്ല് പ്ലസ് വെച്ചാൽ വരുന്നത്. അതേസമയം ഓക്സിഡേഷൻ ആണ് എങ്കിൽ അവിടെ എന്തായിരിക്കും? E0 സെല്ല് മൈനസ് ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. ഈ മേളിൽ Zn2+ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷനാണ് എങ്കിൽ ഇവിടെ മൈനസ് ചേർക്കുക. ഓക്കെ, ഓക്സിഡേഷനാണ് എങ്കിൽ മൈനസ് ചേർക്കുക. അപ്പം ഞാൻ ഇവിടെ Zn2+ എന്ന് എഴുതി, ഇവിടെ Cu2+ എന്ന് എഴുതി. ഇനി നേരെ തിരിച്ചെഴുതുക. ന്യൂമറേറ്ററിൽ Cu2+, അതിന് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. Cu2+ ആണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ചിഹ്നം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ഈ രീതിയിൽ അങ്ങ് ചെയ്താലും Cu2+ ന്യൂമറേറ്ററിൽ ഇട്ട് ചെയ്താലും ഇവിടെ പ്ലസ് ചിഹ്നം കൊടുത്താൽ മതി. ആൻസർ ഒരുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് E0 സെല്ല് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടി. 1.1 അല്ലേ. 1.1 മൈനസ് 0.0591/n എന്ന് പറയുന്നത് നമുക്ക് Zn2+ Zn2+ ആണെങ്കിൽ Zn ഗീവ്സ് അല്ലെങ്കിൽ Zn2+ +2 ഇലക്ട്രോൺ അല്ലേ. എന്തായാലും 2 ഇലക്ട്രോൺ അവിടെ വരുള്ളൂ. CUവിൻ്റെ കേസിലാണെങ്കിലും Zn-ൻ്റെ കേസിലാണ് 2 ഇലക്ട്രോണേ വരുള്ളൂ. ലോഗ് Zn-ൻ്റെ ഇത് എത്രയാണ്? ഇത് കോൺസെൻട്രേഷൻ 0.01. CUവിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് വരുന്നത്? 0.1. 0.1. ഓക്കെ, ഇനി ഈ 0.01 ഡിവൈഡഡ് ബൈ 0.1 ചെയ്യുക. ആ ആൻസറിൻ്റെ ലോഗ് കാണുക. ലോഗ് കണ്ടതിന് ശേഷം 0.0591 ഇൻറ്റു ചെയ്യുക. അതിന് ശേഷം ഏതുമായിട്ട്? ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? അതും നമ്മുടെ ഈ ഇതും കൂടെ കൂട്ടും. അതായത് ഇത് നമുക്ക് മൈനസ് ആയിരിക്കാം ആൻസർ വരുന്നത്, അല്ലെ മൈനസ് ആയിട്ടായിരിക്കും ആൻസർ വരുന്നത്. ആ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആയിട്ട് വരും. നമുക്ക് കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ 1.1 അതും കൂടെ കൂട്ടുക. 1.1 ആ ആൻസറും കൂടെ കൂട്ടി കഴിയുമ്പോൾ 1.295 വോൾട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നിങ്ങളിതൊന്ന് ഇത് ബുക്കിലൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. 2-3 തവണ ചെയ്ത് നോക്കുക. ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് Daniell cell reaction. Daniell cell reaction given that E0 is equal to 1.1 volt. ഇതിനകത്തൊന്നുമില്ല, എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ E0 അല്ല ഈ സെല്ല് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ സെല്ല് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ? ഡാനിയൽ സെല്ലിൻ്റെ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മൈനസ് ഇട്ട് അങ്ങ് ചെയ്തേക്കുക കേട്ടോ. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ലിന് നമ്മൾ എങ്ങനെ എഴുതുക? മൈനസ് ഇട്ട് അങ്ങ് എഴുതുക. ഈ സെല്ല് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/n ലോഗ് mn അല്ലെങ്കിൽ ലോഗ് k. നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ലോഗ് k ആണല്ലോ. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേന് ഈ ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ മൈനസ് തന്നെയാണ് വരുന്നത് കേട്ടോ. എപ്പോഴും ഇവിടെ മൈനസ് ആണ് വരുന്നത്. ലോഗ് കെയും വരും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ സെല്ല് എന്ന് പറയുന്നത് 0 ആണ്. E0 സെല്ല് എന്ന് പറയുന്നത് നമുക്ക് 1.1 തന്നിട്ടുണ്ട്. ഇനി മൈനസ് 0.0591/n എന്ന് പറയുന്നത് എത്രയായിരിക്കും? n എന്ന് പറയുന്നത് ഡാനിയൽ സെല്ലിൻ്റെ കേസാണെങ്കിൽ Zn-ഉം CU അല്ലേ വരാറുള്ളൂ. 2 ഇലക്ട്രോൺ വരുള്ളൂ. 2 പിന്നെ ലോഗ് കെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ കെ. ഓക്കെ, കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇങ്ങനെ ചെയ്യാം അല്ലേ. ഈ 1.1 നമ്മൾ സമത്തിന് ഇപ്പറേ കൊണ്ടുവന്നു.
അല്ലെങ്കിൽ പിന്നെ സമത്തിന് ഇപ്പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇതിനെ മൊത്തത്തിന് നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുപോയി മൈനസ് അങ്ങ് പൊക്കോളൂല്ലോ, അങ്ങനെ അങ്ങ് ചെയ്യാം. 0.591 ലോഗ് കെ ഡിവൈഡഡ് ബൈ 2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. 1.1 ഇൻറ്റു 2 ഈക്വൽ ടു 0.0591 ലോഗ് കെ. ഇനി ലോഗ് കെ ഈക്വൽ ടു 1.1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.0591 അല്ലേ? ഇത്രയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 37.22 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് കെ എന്ന് പറയുമ്പോൾ ആൻറ്റി ലോഗരിതം ഓഫ് ആറുടെ കാണുക 37.22ൻ്റെ കാണുക. ഓക്കെ, അത് ആൻറ്റി ലോഗരിതം ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻37. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ സെല്ല് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ല് നമ്മുടെ 0 ആയിരിക്കും. ഓക്കെ, ഈ സെല്ല് 0 ആക്കി എടുക്കുക ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോബ്ലം പി എച്ചിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇടയ്ക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഹൈഡ്രജൻ ഗ്യാസ് ഇലക്ട്രോഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ഓഫ് അൺനോൺ സ്ട്രെങ്ത് ഈസ് 0.9 വോൾട്ട് അറ്റ് 298 കെൽവിൻ ആസ് മെഷേർഡ് എഗനിസ്റ്റ് ദ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് NHE. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ദ pH ഓഫ് ആസിഡ് സൊല്യൂഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് നമുക്ക് pH കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് pH ഈസ് ഇക്വൽ ടു ഈ സെല്ല് ഡിവൈഡഡ് ബൈ 0.0591. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റെഫറൻസ് ഇലക്ട്രോഡിനകത്ത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഡയഗ്രവും അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനും അതിൻ്റെ കാഥോഡ് ആനോഡ് റിയാക്ഷനും ഇൻക്ലൂഡഡ്, പിന്നെ ഏതുകൊണ്ട് PHും കൂടെ PHനും കൂടെ എഴുതുന്നുണ്ട്. ആ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കുക. pH ഈസ് ഇക്വൽ ടു ഈ സെല്ല് ഡിവൈഡഡ് ബൈ 0.0591 വോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സെല്ല് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര തന്നിരിക്കുന്നത്, അൺനോൺ സ്ട്രെങ്തിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.29 ഡിവൈഡഡ് ബൈ ഏതേ ഉള്ളൂ 0.0591. 2 വോൾട്ടിലല്ലേ കിടക്കുന്നത്. ആ വോൾട്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ആൻസർ 4.9 ആണ് കിട്ടുന്നത്. 0.29 നമ്മൾ 0.0591 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് pH എത്ര കിട്ടുന്നത് 4.9. PHന് ഇതില്ലല്ലോ, യൂണിറ്റ് ഇല്ലല്ലോ. ഓക്കെ, ഇത്രയും പ്രോബ്ലം ചെയ്യിച്ച മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.